നമ്മുടെ ഭാഗ്യ പരീക്ഷണത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ്. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അന്ന് നമ്മൾ ഇതുവരെയായിരുന്നു ശ്യാമും കുടുംബവും നാട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നാട്ടിൽ പോയതിന് ശേഷമുള്ള സംഭവങ്ങളായിരിക്കും ഇനി എപ്പിസോഡ് 2 വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ശ്യാമും കുടുംബവും തറവാട്ട് വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വന്ന് ശ്യാമിൻ്റെ ഏട്ടൻ ദിവാകരനും ഭാര്യ നിർമ്മലയും അവരെ കാത്തു നിൽക്കുന്നു. അവർ വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഇമോഷണലാകുന്നു, കെട്ടിപ്പിടിച്ച് ഇമോഷണലായി അവരെ ആ വീടിനുള്ളിൽ കൊണ്ടുപോകുന്നു. കുറേ സമയത്തിന് ശേഷം ഋഷി മൊബൈൽ റേഞ്ച് തപ്പി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങി നടക്കുന്ന സമയം അവൻ പരിസരം പോലും മറന്ന് ഒരു കുളത്തിനുള്ളിൽ തെന്നി വീഴുന്നു. ആ വീണ് മുങ്ങി എണീക്കുമ്പോൾ അവൻ കാണുന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടി അവൻ്റെ മുന്നിൽ എണീക്കുന്നതാണ്. ആ കുട്ടിയാണെങ്കിൽ പേടിച്ചോടുന്നു. ഇവൻ പുറകെ പറയാണ്, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ അറിയാതെ വീണതാണ് എന്ന് പറയുന്നു. അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ആ കുട്ടി ഓടിപ്പോകുന്നു. അന്ന് വൈകുന്നേരം ശ്യാമും ദിവാകരനും വരാന്തയിലിരുന്ന് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഋഷി വന്ന് മൊബൈൽ ആവശ്യപ്പെടുന്നു ശ്യാമിനോട്. പക്ഷെ ശ്യാം അത് നിരസിക്കുന്നു, കൊടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഇരിക്കെ ദിവാകരൻ അഡ്വൈസ് ചെയ്യുകയാണ് ശ്യാമിനെ. ഇപ്പോഴും ആൺപിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ്, അവർ മൊബൈലൊക്കെ കളഞ്ഞു പോകും. അവരിപ്പോൾ അങ്ങനെ ഓവർ യൂസ് ആയിരിക്കാം, പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ മാറുമെന്ന് പറയുമ്പോഴും ശ്യാം അതിൽ നിന്ന് പിന്മാറുന്നില്ല. അവരങ്ങനെ സംസാരിച്ചിട്ടിരിക്കവേ ശ്യാമിൻ്റെയും ദിവാകരൻ്റെയും അനിയത്തി അവിടേക്ക് വരുന്നു. അവളുടെ പേര് ദേവിക എന്നാണ്. അവളുടെ ഭർത്താവിൻ്റെ പേര് സിദ്ധാർത്ഥും മകളുടെ പേര് സരിക എന്നാണ്. അങ്ങനെ ഇവർ ആദ്യ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദേവിക ശ്യാമിനെ കാണുന്നത്. കണ്ട് അവർ കുശലാന്വേഷണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ ഇടിയും മിന്നലും വരുന്നു. അപ്പോൾ ദിവാകരൻ പറയാണ്, ആരും പുറത്തേക്ക് ഇറങ്ങരുത്, എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ശ്യാമിനെയും കുടുംബത്തിനെയും വിളിച്ച് ദിവാകരൻ അവർക്കൊരു രക്ഷയുള്ള മാല കൊടുക്കുന്നു. എന്നിട്ട് ദിവാകരൻ പറയാണ്, ഇതെന്തായാലും നിങ്ങൾ ധരിക്കണമെന്ന്. അപ്പോൾ ശ്യാമിന് സംശയമാണ്, എന്തിനാണ് ഇത് ധരിക്കണമെന്ന് സംശയപ്പെടുമ്പോൾ ദിവാകരൻ പറയുന്നു, നിങ്ങൾ ആരും പേടിക്കരുത്, കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ നിറയെ മരണങ്ങൾ നടക്കുകയാണ്, അത് ഒരു യക്ഷിയാണ് ചെയ്യുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഋഷി വന്ന് കളിയാക്കുന്നത് പോലെ പറയുന്നു, അത് ഏതോ സൈക്കോ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ അവനെ രക്ഷപ്പെടുത്താനായിട്ട് യക്ഷിയെന്നൊന്നും പറഞ്ഞ് അവനെ എസ്കേപ്പ് ആക്കരുത് എന്ന് പറയുമ്പോൾ ദിവാകരന് ദേഷ്യം വരുന്നു. നീ പട്ടണത്തിൽ വളർന്നതായിരിക്കാം എന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുത് ഋഷി എന്ന് വാൺ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദിവാകരൻ തുടരുന്നു, ഇവിടെ സിദ്ധാചാര്യർ സ്വാമി നമ്മുടെ നാട്ടിൽ 2 വർഷത്തിന് മുന്നേ വന്നിരുന്നു. അദ്ദേഹമാണ് യക്ഷിയുടെ കാര്യം. അദ്ദേഹം വീട്ടിലേക്കൊരു തകിടും ഈ രക്ഷയുമാണ് തന്നിരുന്നത്, നിങ്ങൾക്കുള്ള രക്ഷയും തന്നിരുന്നു. നിങ്ങൾ വരില്ല എന്നു ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉറപ്പായിട്ടും അവർ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ തകിട് ഇരിക്കും വരെ വീടിനുള്ളിൽ ഒരു യക്ഷിയും പറ്റില്ല. പക്ഷേ ആരും കൊടുങ്കാറ്റും പേമാരിയും വരുന്ന സമയം പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ ഈ തകിടിനും രക്ഷിക്കാൻ പറ്റണമെന്നില്ല എന്ന് പറയുമ്പോൾ ശ്യാമും കുടുംബവും ആകെ പരിഭ്രമിച്ച് ആ രക്ഷയെ ഇടുന്നു. അങ്ങനെ ഇരിക്കെ ശ്യാമിനൊരു കോൾ വന്ന് പോകുന്നു. അപ്പോഴത്തേക്കും ദിവാകരൻ ഋഷിയെ നിൽക്കാൻ പറഞ്ഞിട്ട് സമ്മാനമായിട്ട് അവന് കുറച്ച് പൈസ കൊടുക്കുന്നു മൊബൈൽ വാങ്ങാനായിട്ട്. അപ്പോൾ മൊബൈൽ വാങ്ങാനായിട്ട് ഋഷി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉള്ള കാര്യസ്ഥൻ വരുന്നു. അയാളുടെ 3 പെൺമക്കളെയും കൊണ്ടാണ് അയാൾ വരുന്നത്. എന്നിട്ട് ഋഷിയോട് ആവശ്യപ്പെടുന്നു, എൻ്റെ മക്കളെ ഒന്ന് ടൗൺ വരെ കൊണ്ടുപോകുമോ, അവർക്ക് എന്തൊക്കെ സാധനം കല്യാണത്തിന് വേണ്ടി വാങ്ങണമെന്ന്. അതിലൊരു പെൺകുട്ടി കുളത്തിൽ കണ്ട പെൺകുട്ടിയായിരുന്നു. ഋഷി ആ കുട്ടിയെ നോക്കി പറയുന്നു, കൊണ്ടുപോകാമെന്ന്. എല്ലാവരും കാറിൽ കയറുന്നു. ഋഷി ഫ്രണ്ട് ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് ആ കുട്ടിയെ തന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെ അവർ ആ ടൗണിലെത്തിയതും ഋഷി ആ കുട്ടിയോട് സൂചിപ്പിക്കുന്നു, ഞാൻ അറിയാതെ വീണതാണ് കുളത്തിൽ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയാണ്, എനിക്കറിയാം, എനിക്കത് മനസ്സിലായി, ഞാൻ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് വരുന്നത് കണ്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഋഷി ചിരിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ പേര് ഋഷിനാഥ് എന്നാണ്. കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാണ്, എൻ്റെ പേര് നീലാംബരി എന്നാണ് എന്ന് പറയുന്നു. അങ്ങനെ അവർ മൊബൈലൊക്കെ വാങ്ങി ടൗണിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോകുന്ന സമയത്ത് അവൻ്റെ അനിയത്തിക്കും ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഐപോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഐപോഡിന് സഹോദരിക്ക് റൂമിൽ പോയി
നിൽക്കുന്ന സമയത്ത് അവൻ ജനൽ വഴി നോക്കുമ്പോൾ അവിടെ നീലാംബരി എവിടെയോ നോക്കിയിരിക്കുന്നത് കാണുന്നു. അപ്പോൾ അവന് മനസ്സിലായി നീലാംബരിയുടെ വീട് ഇവിടെയാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഋഷി അനിയത്തി ഋതുവിനോട് ആവശ്യപ്പെടുന്നു, നീ ഒന്ന് ഈ റൂം എൻ്റെ റൂമിൽ നോട്ട് നീ ഷിഫ്റ്റ് ആയിക്കോ, ഞാൻ ഈ റൂം എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. അവൾ നിരസിക്കാതെ എടുത്തോളൂ എന്ന് പറഞ്ഞു പോകുന്നു. അന്ന് രാത്രി അടുക്കളയിൽ എന്താണെന്ന് വെച്ചാൽ ദോശ ചുടുന്നു. ലിസയും അവരെല്ലാവരുമായിട്ട് ദോശ ചുടുന്നു. ലിസ നിർമ്മലയോട് ചോദിക്കുകയാണ്, അതേ ഏട്ടത്തി, ഇന്നലെ ഏട്ടൻ പറഞ്ഞു നേരാണോ യക്ഷിയുണ്ടെന്ന്? നിർമ്മല, പിന്നെ ശരിയല്ലാതെ എത്ര പേര് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നറിയോ? ഇവിടുത്തെ അച്ഛൻ മരിച്ചത് യക്ഷി കൊന്നതായിരിക്കും എന്നൊക്കെയാ പറയുന്നേ. ലിസ, എനിക്ക് മനസ്സിലായില്ല, അച്ഛൻ ഹാർട്ട് അറ്റാക്കിലല്ലേ മരിച്ചെന്ന് പറഞ്ഞത്? ഉടനെ ദേവിക പറയുന്നു, ഇല്ല ഏട്ടത്തി, അച്ഛന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. മരിക്കുന്നതിൻ്റെ അന്ന് അച്ഛൻ ഒരു സ്വപ്നം കണ്ടു. നമ്മളെ കുടുംബക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നുവെന്ന്. നമ്മൾ എത്ര വിലക്കിയിട്ടും കേൾക്കാതെ രാത്രി 11:30 ആയി കാണും. ഉടനെ പോയതാ. ദിവാകരനേട്ടനാണെങ്കിൽ അന്ന് ഗൗതമിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയതാ. അതുകൊണ്ട് അച്ഛൻ പോയത് അപ്പുണ്ണിയുടെ കൂടെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കുടുംബക്ഷേത്രത്തിൻ്റെ നടയിൽ അച്ഛൻ മരിച്ചു കിടക്കുന്നു, അപ്പുണ്ണി വീട്ടിലും. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വന്നു. ലിസ, അപ്പുണ്ണി എങ്ങനെ വീട്ടിൽ വന്നേ? നിർമ്മല പറയുന്നു, അപ്പുണ്ണിയോട് ചോദിച്ചപ്പോൾ അപ്പുണ്ണി കൂടെ പോയില്ലെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞതും അവിടുത്തെ അന്തരീക്ഷം ആകെ മാറുന്നു. ഇടിയും മിന്നലും കോളും ജനലുകളൊക്കെ മാറി മാറി ഇടിക്കുന്നു. പെട്ടെന്ന് ലിസ ജനൽ വഴി നോക്കുമ്പോൾ അതുവഴി ആരോ പോകുന്നത് കാണുന്നു. പേടിച്ചു വിറച്ച് അവർ ഹാളിൽ പോകുന്ന സമയത്ത് അവിടെ നിശബ്ദമായിരിക്കുന്നു. നിർമ്മല അപ്പോൾ ചോദിക്കുന്നു, ഇപ്പോൾ ഏട്ടത്തിക്ക് വിശ്വാസമായോ? ലിസ പറയുന്നു, എനിക്കിപ്പോൾ വിശ്വാസമായി എന്ന് പറയുന്നു. അടുത്ത രംഗം ഋഷിയുടെ റൂമിലാണ്. ഋഷി ബോറടിച്ചിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് വന്ന് ഋഷിയെ വിളിക്കുന്നു. നമുക്ക് എയർപോർട്ടിൽ പോവാം, കാരണം ഗൗതമിന് ലീവ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോയി അവനെ റിസീവ് ചെയ്തിട്ട് വരാം എന്ന് പറയുന്നു. ഋഷി ചോദിക്കുന്നു, എന്താ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അവനിപ്പോഴാണ് ലീവ് സാങ്ഷൻ ആയത്, അതുകൊണ്ട് വരെയാണ് എന്ന് പറയുന്നു. ഋഷി പെട്ടെന്ന് റെഡിയായി വരാന്തയിൽ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥൻ ദിവാകരനും വരുന്നു. കൂടെ എല്ലാവരും അവിടെ നിൽക്കുന്നു. ശ്യാം പറയുന്നു, ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ദിവാകരൻ പറയുന്നു, ഇല്ല, നീ നിൽക്ക്, വീട്ടിൽ ആരെങ്കിലും വേണ്ടേ? നമ്മളുടെ കൂടെ ഋഷിയുണ്ടല്ലോ, നമ്മൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അവർ പകുതി ദൂരം പോകുമ്പോഴത്തേക്കും കാറ്റും മഴയും കോളും ഒക്കെ വരുന്നു. തറവാട്ടിൽ നിർമ്മല ആകെ പേടിച്ച് ദൈവമേ ഒരു ആപത്തും വരുത്തരുത് എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ പ്രാർത്ഥന തുടങ്ങുന്നു. ഋതു, എല്ലാവരും എന്താ ഇത്രയും പേടിക്കുന്നേ എന്ന് സരികയോട് ചോദിക്കുന്നു. അപ്പോൾ സരിക പറയുകയാണ്, രാത്രി ഇവിടെ ആരും പുറത്ത് പോകാറില്ല, അത് ആപത്താണ്. പിന്നെ ഗൗതം ചേട്ടൻ്റെ ഇപ്പോഴത്തെ സമയം ശരിയല്ലെന്ന ജോത്സ്യൻ പറഞ്ഞ്, അതാ കുറച്ചുകൂടെ പേടി. അങ്ങനെ എയർപോർട്ടിൽ ഗൗതമും സിദ്ധാർത്ഥും ഋഷിയും എത്തുന്നു. എയർപോർട്ടിൽ ഗൗതമിനെ കണ്ടതും ഋഷി ഓടിപ്പോയി പറയുന്നു, ഞാൻ ഋഷിയാണെന്ന് പറയുന്നു. ഗൗതം, എനിക്ക് നിന്നെ അറിയാം, ഞാൻ FBയിൽ നിന്നെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഇൻട്രൊഡ്യൂസ് ആവുന്നു. ഋഷി എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഋഷി പറയാണ്, ഞാൻ ഫൈനൽ ഇയർ ആണ് ഇപ്പോൾ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ കാറിൽ ഇരുന്ന് സംസാരിച്ചിട്ട് വരുന്ന സമയത്ത് കാറ് പകുതി ദൂരത്തിൽ നിൽക്കുന്നു. ഋഷി, ഞാൻ ഇറങ്ങി നോക്കാമെന്ന് പോയി നോക്കുമ്പോൾ കാറിന് കുറച്ച് വെള്ളം വേണമെന്ന് ഋഷി ഗൗതമിനോട് പറയുന്നു. ഉടനെ ദിവാകരൻ പറയുന്നു, ഇല്ല, ഇവിടെ കാറിൽ വെള്ളമില്ലല്ലോ മോനെ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥും ഋഷിയും പറയുന്നു, എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവർ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഗൗതമും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ദിവാകരൻ വിടുന്നില്ല. നീ പുറത്തിറങ്ങാൻ, നീ അകത്ത് തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ കാറിൽ വെയിറ്റ് ചെയ്യുന്നു. സിദ്ധാർത്ഥും ഋഷിയും കുറേ ദൂരം പോയിട്ടും ഒരു വെള്ളമുള്ള ഒരു സ്ഥലവും കാണുന്നില്ല, വീടുകളുമില്ല. വിജനമായ ഒരു സ്ഥലമാണ്. കുറേ ദൂരം പോയി കഴിയുമ്പോൾ അവർക്കൊരു വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവരവിടെ പോകുമ്പോൾ ഒരു അരുവിയാണ് കാണുന്നത്. അവിടെ നിന്ന് ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് വന്ന് കാറിൽ വെള്ളം ഒഴിക്കുന്നു. കാറിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് കാറിനുള്ളിൽ കയറാൻ നോക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല. കയറാൻ പറ്റാതെ അവിടെ കാറ്റും കോളും ഒക്കെ വരുന്ന സമയത്ത് ഗൗതം അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരെ നിന്ന് സിദ്ധാർത്ഥും ഗൗതമും നടന്നു വരുന്നത് കാണുന്നു. ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ ബാക്കി എന്തായിരിക്കും എന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവരുടെ ജീവന് ആപത്ത് വരുമോ, അല്ലെങ്കിൽ ഇവർ സേഫായിട്ട് എത്തുമോ, എന്താകും ഇത് സിറ്റുവേഷൻ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ
തേർഡ് എപ്പിസോഡ് കാണണം. അതിൽ ബാക്കിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കുക. അതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ട്രൈ ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാകും. സോ സോറി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിലും അടുത്ത വീഡിയോയിലും ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.